ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ നോക്കാൻ പോകുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് ദിവസമായി കുക്കിംഗ് ഒക്കെ കേട്ടിട്ട് നമ്മൾ പൊട്ടറ്റോ സ്ക്രാപ്പ് ചെയ്ത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുവാണ്. പൊട്ടറ്റോ ഓംലെറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം ആ വീഡിയോ കാണാൻ പോമേ. എല്ലാവരെയും ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഓംലെറ്റിന് വേണ്ടിയിട്ട് ആദ്യം ഈ പൊട്ടറ്റോ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിന് എടുത്തേക്കുന്ന സാധനമാണിത്. ഇതുകൊണ്ട് നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതൊന്ന് കഴുകി എടുക്കേണ്ടതുണ്ട്. അത് ചെറിയ കറയുടെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്ന് കഴുകി എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ മുഴുവൻ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം. പച്ചവെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളത് കഴുകാനായിട്ട് ഒരു ബൗളിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം. കഴുകുമ്പോൾ തന്നെ അത് പതപതയായിട്ട് വരികയാണ്. അത് കഴുകിയാൽ മാത്രം പോരാ, കഴുകി പിഴിഞ്ഞെടുക്കണം. കഴുകി പിഴിഞ്ഞെടുക്കണം. ഒരു കഴുകി കഴിയാൽ മതി. അതിൽ ജസ്റ്റ് ആ കറകളും ആ ഒരു ഇതും പോകാൻ വേണ്ടി മാത്രമാണ് നമ്മളത് കഴുകുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ക്രാപ്പ് ചെയ്തെടുത്ത് മൊത്തം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം തൽക്കാലം എടുത്ത് വെച്ചേക്കുന്നത് ആ ഒരു പൊട്ടറ്റോ ആണ് സ്ക്രാപ്പ് ചെയ്തെടുത്തത്. പിന്നെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയാണ്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വേറെയും 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു മിക്സ് ഉണ്ടാക്കാമേ. അതിനുള്ള ആ മിക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ആ സ്ക്രാപ്പ് ചെയ്ത് വെച്ച ആ പൊട്ടറ്റോ അതിനകത്ത് ഇടുന്ന ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി അതിനകത്തോട്ട് ആ ഒരെണ്ണമാണ്, ഒരു പൊട്ടറ്റോ ആണ് നമ്മളത് അരിഞ്ഞു വെച്ചത്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, നേരത്തെ അരിഞ്ഞു വെച്ചത്, അതും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു. പിന്നെ 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു ലേശം ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതിവിടെ തന്നെ മിക്സിയിൽ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. പിന്നെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ആൾ പർപ്പസ് ഫ്ലോർ. ആദ്യം ഇതെല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ നമ്മളത് മൊത്തം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മുട്ട ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പൊട്ടിച്ചിടാം. ഞാനൊരു ചെറിയ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നാടൻ മുട്ട എടുത്തേക്കുന്നത്, അത് ചെറുതായി പോയത്. ഏത് മുട്ട വേണമെങ്കിലും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് വെച്ചേക്കണേ. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒന്ന് അടച്ചു വെക്കാം, അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമുക്ക് 10 മിനിറ്റ് എന്ന് പറഞ്ഞത് ഒരു 15 മിനിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് അത് മാരിനേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. അത് അവസാനം ഇട്ടാലും മതി. ഞാനതിൻ്റെ തൊലി ഇടുന്നില്ല, അതിനകത്ത് സീഡ് മാത്രമേ ഇടുന്നുള്ളൂ. അതുപോലെ ഞാൻ 2 എണ്ണം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ പ്രത്യേകം അതിൻ്റെ കൂട്ടത്തിട്ട് മിക്സ് ചെയ്യണമെന്നില്ല. നമുക്കിത് ഓംലെറ്റ് ആക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓംലെറ്റ് ആക്കിയാൽ മതി.
അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. തീ കുറച്ച് വെക്കണേ. ഈ പാനൊന്ന് ചൂടാകണം. തീ കത്തിച്ചപ്പോഴത്തേക്ക് ചൂടായി കഴിഞ്ഞു. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്കിനി ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്കതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നാക്കാം. ഇനി നമ്മൾ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഈ ഏലക്ക അതിനകത്തിട്ടില്ലായിരുന്നു, അതൊന്ന് ഇതിനകത്തോട്ട് ചേർത്തിളക്കി എടുക്കാമേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്നിട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നല്ലോണം പരത്തിയെടുക്കാമേ. കറക്റ്റ് ഷേപ്പിൽ വന്നാൽ അത്രയും നല്ലത്. കാണാനും ഒരു ചന്തമൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മളെപ്പോലെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഷേപ്പില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം അത് ഷേപ്പിൽ തന്നെ വെക്കാൻ ശ്രമിക്കണേ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ പരിശ്രമത്തിനൊടുവിൽ ചെറിയൊരു ഷേപ്പിൽ അതാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അത് അടിവശം ഒന്ന് വെന്ത് കിട്ടണേ. ഇത് നമുക്ക് തിരിച്ചിടാനുള്ളതാണ്. ഇത് ലോ ഫ്ലെയിമിൽ കിടന്നാലേ നമുക്കത് കൃത്യം വെന്ത് കിട്ടത്തുള്ളൂ. നമുക്ക് ഇട്ട പൊട്ടറ്റോ ഒക്കെ നല്ലോണം വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനത് ചാൻസ് ഉണ്ട്. വേഗത്തും ഇല്ല, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ തീരെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അല്പം കഴിഞ്ഞ് ഇതൊന്ന് മറിച്ചിടണം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തിരിച്ചിടാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, നല്ലവണ്ണം അടിവശം വെന്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡും കൂടെ അതുപോലെ കിടക്കട്ടെ. നമ്മൾ അവസാനം ഏലക്ക ഇട്ടതിൻ്റെ ഒരു ചെറിയ മണവും ആവിയുടെ കൂടി ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാമേ. മറ്റേ സൈഡ് അടിപൊളി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. നല്ല പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചൂടൊന്ന് ആറിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മളിന്ന് കട്ട് ചെയ്യുവാണ്. നമ്മൾ ഈ പിസ്സയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന പോലെ കട്ട് ചെയ്ത് വെക്കുവാണ്. ചൂടോടെ ആയപ്പോൾ നല്ല മണവും വരുന്നുണ്ട് ഇതിൻ്റെ. നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തതുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. നമ്മൾ എടുത്ത ആ പീസ് നാല് മണിക്കത്തെ സ്നാക്കിന് പറ്റിയ ഒരു സാധനമാണിത്. എനിക്കൊന്ന് മിക്കവാറും വീടുകളിൽ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് കാണത്തില്ല. നല്ല ടേസ്റ്റുണ്ട്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊട്ടറ്റോ സ്ക്രാപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡി ചെയ്തേക്കുന്നത്. എരിയല്ല എനിക്ക് ആവശ്യമുള്ള ഒരു എരിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുളക് കൂടുതൽ ആഡ് ചെയ്യാം, ആ ചില്ലി ഫ്ലേക്സ് കൂടുതൽ ആഡ് ചെയ്യാം, പെപ്പർ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്കിത് കറക്റ്റ് എരിയാണ്. നല്ല ടേസ്റ്റുണ്ട്. വൈകിട്ട് 4 മണിക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം പുതിയൊരു സാധനമായതുകൊണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലും നല്ല ഒരു വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.